ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് മാപ്പ് നൽകണം എന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഇസാക് ഹെർസോഗ്. ഇസ്രയേൽ പരമാധികാര രാഷ്ട്രമാണെന്നും മാപ്പ് നൽകുന്നത് ഇസ്രയേൽ ജനങ്ങളുടെ നന്മ മുൻനിർത്തി മാത്രമേ തീരുമാനമെടുക്കൂവെന്നും പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ അഭിപ്രായത്തെ മാനിക്കുന്നു. എന്നാൽ ഇസ്രയേൽ ഒരു പരമാധികാര രാഷ്ട്രമാണ്. രാജ്യത്തിന് അതിന്റേതായ നിയമങ്ങളുണ്ട്. തനിക്ക് ഇസ്രയേൽ നീതിന്യായ സംവിധാനത്തിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട്. മുൻപ് തങ്ങളുടെ അഭയാർത്ഥികളെ തിരിച്ചെത്തിക്കുന്നതിൽ ട്രംപ് വലിയ പങ്ക് വഹിച്ചിരുന്നു എന്ന കാര്യവും അദ്ദേഹം ഓർത്തെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ച പ്രസിഡന്റിന് മുൻപാകെ നെതന്യാഹു മാപ്പപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ കുറ്റമേറ്റ് പറയാതെയാണ് നെതന്യാഹുവിന്റെ മാപ്പപേക്ഷ. ഇത്തരത്തിലൊരു മാപ്പപേക്ഷ പ്രസിഡന്റ് അംഗീകരിക്കാൻ കഴിയില്ലെന്ന വിമർശനമുണ്ടായിരുന്നു. അഴിമതി കേസുകളിലാണ് അദ്ദേഹം മാപ്പപേക്ഷ സമർപ്പിച്ചത്. എന്നാൽ നെതന്യാഹുവിന്റെ മാപ്പപേക്ഷ തള്ളണമെന്ന് ഇസ്രയേലിലെ പ്രതിപക്ഷം പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ദീർഘകാലമായുള്ള അഴിമതി വിചാരണ അവസാനിപ്പിക്കുന്നത് നിയമവാഴ്ചയെ തകർക്കുമെന്നും ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ അദ്ദേഹത്തെ അനുവദിക്കുമെന്നും പ്രതിപക്ഷം പറഞ്ഞു. കുറ്റസമ്മതം, ഖേദപ്രകടനം, രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നുള്ള ഉടനടി വിരമിക്കൽ എന്നിവയില്ലാതെ പ്രസിഡന്റിന് നെതന്യാഹുവിന് മാപ്പ് നൽകാൻ കഴിയില്ല എന്നും ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യായർ ലേപ്പിഡ് പറഞ്ഞിരുന്നു. രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച ഉടൻ ആരംഭിക്കുമെന്ന ഖത്തർ പ്രഖ്യാപനത്തിനിടെ കഴിഞ്ഞ ദിവസം ഒരു ബന്ദിയുടെ കൂടി മൃതദേഹം ഇസ്രയേലിന് ഹമാസ് കൈമാറിയിരുന്നു. അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേലുമായി ധാരണയിൽ എത്തിയിട്ടില്ല എന്ന് ഈജിപ്തും വ്യക്തമാക്കി. ഒരു ബന്ദിയുടെ കൂടി മൃതദേഹം ഹമാസ് കൈമാറിയത് ഇസ്രയേൽ അറിയിച്ചിരുന്നു. ഇതോടെ 27 ബന്ദികളുടെ മൃതദേഹം ഇസ്രയേലിന് ലഭിച്ചിട്ടുണ്ട്. വടക്കൻ ഗാസയിലെ ബെയ്ത്ത് ലാഹിയിൽ നിന്നാണ് മൃതദേഹം കണ്ടെടുത്തത്. അവശേഷിച്ച ഒരു ബന്ദിയുടെ മൃതദേഹത്തിനായി തിരച്ചിൽ തുടരുകയാണെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലായി ഗാസയിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുകയാണ്. ഖാൻ യൂനിസിലും റഫേലും കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണങ്ങളിൽ 3 പലസ്തീൻകാരോളം കൊല്ലപ്പെട്ടു. റഫേൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 4 സൈനികർക്ക് പരിക്കേറ്റതായി ഇസ്രയേലും കുറ്റപ്പെടുത്തി. വെടിനിർത്തലിന് ലംഘനമാണെന്നും ശക്തമായി പ്രതികരിക്കുമെന്നും ഇസ്രയേൽ സേന പറഞ്ഞു. ഒക്ടോബർ 10 പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ 54 നാളുകൾ പിന്നിടുമ്പോൾ 591 തവണയാണ് ഇസ്രയേൽ ലംഘിച്ചതെന്ന് ഗാസ സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചിരുന്നു. ഗാസ വിടാൻ ആഗ്രഹിക്കുന്ന പലസ്തീനികൾക്കായി ഈജിപ്തിലേക്കുള്ള അതിർത്തി കവാടമായ റഫ തുറന്നേക്കുമെന്ന് ഇസ്രയേൽ അധികൃതർ സൂചന നൽകിയിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ ദൗത്യ സംഘത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും അതിർത്തി തുറക്കുക എന്നതാണ് റിപ്പോർട്ടുകൾ. എന്നാൽ റഫ അതിർത്തി തുറക്കുന്നത് സംബന്ധിച്ച് ഇസ്രയേലുമായി ധാരണയിൽ എത്തിയിട്ടില്ല എന്നാണ് ഈജിപ്ത് അധികൃതർ പ്രതികരിച്ചത്. അതിനിടെ ഗാസയിൽ ഇസ്രയേൽ യുദ്ധക്കുറ്റം നടത്തിയെന്ന കാര്യം ഉറപ്പാണെന്ന് UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ 20 ഗാസ സമാധാന പദ്ധതിക്ക് ഇസ്രയേൽ പാർലമെന്റ് അംഗീകാരം നൽകി. പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് അവതരിപ്പിച്ച പ്രമേയം പാർലമെന്റ് ശരിവെച്ചു. ഭരണകക്ഷി അംഗങ്ങൾ പക്ഷേ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. അതേസമയം ഇന്ത്യയുടെ പിന്തുണയെന്നും പലസ്തീൻ ഉണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചിരുന്നു. പലസ്തീനിലെ മനുഷ്യർക്ക് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കണമെന്നും ഭീകരവാദത്തെ എപ്പോഴും അപലപിക്കണമെന്നും ഡൽഹിയിൽ നടന്ന പലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിന് നൽകിയ സന്ദേശത്തിൽ മോദി പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ പലസ്തീൻ അനുകൂലമായി 100 കണക്കിന് പ്രമേയങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഇപ്പോഴും വാക്കുകളിൽ മാത്രമാണെന്ന് പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബു ഷാവേഷ് പറഞ്ഞു. അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ പലസ്തീനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 70,000 കവിഞ്ഞതായി റിപ്പോർട്ട്. യുദ്ധം ആരംഭിച്ച 2023 ഒക്ടോബർ 7 മുതലുള്ള കണക്കുകളാണ് ഇത്. വെടിനിർത്തലിന് ശേഷം ഉണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ മാത്രം 300-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിനടുത്ത് ബെനി സുഹൈലയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇസ്രയേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ സഹോദരങ്ങളായ 2 കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ഹമാസ് നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. 11ഉം 8ഉം പ്രായക്കാരായ കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രയേൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗാസയെ ആക്രമിക്കുന്നത് ഇസ്രയേൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 352 പേരാണ് വെടിനിർത്തലിന് ശേഷവും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന ഭീകരവാദികളെ ലക്ഷ്യമിട്ടാണ് തങ്ങൾ ആക്രമണം നടത്തുന്നത് എന്നാണ് ഇസ്രയേലിന്റെ വാദം. ഇസ്രയേലിനോട് വെടിനിർത്തൽ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്ന് സമ്മർദ്ദം ചെലുത്താൻ ഹമാസ് മധ്യസ്ഥരെ സമീപിച്ചതായാണ് വിവരം. അതേസമയം സിറിയയിലെ ഇസ്രയേൽ സൈന്യം ആക്രമണം തുടരുകയാണ്. വെള്ളിയാഴ്ച സിറിയയിൽ നടത്തിയ ആക്രമണത്തിൽ 13 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേലിൽ ആക്രമണം നടത്താൻ പദ്ധതിയിടുന്ന ഭീകരവാദ ഗ്രൂപ്പിലെ അംഗങ്ങളെ പിടികൂടാനാണ് ഓപ്പറേഷൻ നടത്തിയതെന്നാണ് ഇസ്രയേലിന്റെ വാദം. ഭീകരവാദികൾ സൈനികർക്കു നേരെ വെടിയുതിർത്തുവെന്നും 6 പേർക്ക് പരിക്കേറ്റതായും ഇസ്രയേൽ അവകാശപ്പെട്ടു. ലെബനനിലും ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.